അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? തൂക്കുട്ടി പാട്ടാട്. പ്രാവേ പ്രാവേ പാട്. ദുആ പാട്ടോട്. അയ്യയ്യേ വായേലും. അപ്പം എല്ലാവരും എൻ്റെ ദുവക്കുട്ടീൻ്റെ പാട്ട് കേട്ടില്ലേ? പാട്ട് നല്ലോണം പാടും കേട്ടോ. പക്ഷെ ഇപ്പോൾ വായിൽ കയ്യൊക്കെ ഇട്ടിട്ട് ആകെ കൊളാക്കിയോളൂ. ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അത് പെരുന്നാളിന് എല്ലാവരും ഇപ്പൻ്റെ ഫാമിലി എല്ലാവരും വീട്ടിലേക്ക് വന്നതായിരുന്നു കേട്ടോ. ഉപ്പൻ്റെ വീട്ടിലേക്ക് എല്ലാവരും നല്ല സന്തോഷമല്ലേ. ഇതുപോലെ ഇപ്പം ഞങ്ങൾ കോഴിക്കോടാണെങ്കിൽ ഞങ്ങൾ പെരുമണ്ണ അവിടെ ആണെങ്കിൽ എൻ്റെ അമ്മമാരും കുടുംബക്കാരൊക്കെ അവിടേക്കും വരാം കേട്ടോ. അത് നമ്മളെ ഫാമിലി മൊത്തം അധികം ഈ പെരുന്നാക്കാലേ നമ്മളെല്ലാവരും ഒന്ന് ഒത്തുകൂടുക. എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും നമ്മളെ വീട്ടിൽ വന്ന് ഇങ്ങനെ വരുമ്പം എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുമ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. നമ്മൾക്കൊക്കെ കഴിവില്ലാന്നേ ഉള്ളൂ. ഇപ്പം ഉപ്പ കുഴപ്പമില്ല, ഉപ്പ ഒരുപാട് കഴിവുള്ള ആളല്ല. എന്നാൽ അന്നന്ന് ജോലിക്ക് ചെയ്തെങ്ങാണ്ട് കാര്യങ്ങളൊക്കെ നെഗറ്റീവ് വരുന്നൊരു വ്യക്തിയാണ്. ഓരോ ഇത് ഇടുക്കിയിലുള്ള ഫാമിലി ആട്ടോ. ഓരോ പിന്നെ പെങ്ങളെ ഫാമിലി ഒക്കെയാണ്. പെങ്ങിലെ മോളെ ഫാമിലി, രണ്ട് പെങ്ങന്മാർ ആരൊക്കെ ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഒരു പെങ്ങന്മാരൊക്കെ ഇവിടെ അടുത്താണ് വീട്. പക്ഷെ അവരെ കുട്ടികളെ കല്യാണം കഴിപ്പിച്ച കുറച്ച് ലോങ്ങൊക്കെയാണ്. അപ്പോൾ അവിടെയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഉച്ചക്ക് ഞങ്ങൾക്ക് പെരുന്നാൾ പിറ്റേന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇത്. ഉച്ചക്ക് ബിരിയാണി വെക്കണം പറയുന്നുണ്ട്. രാവിലെ അതേപോലെ പുട്ടും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ ഇളയച്ചൻ വരുന്നുണ്ടായിരുന്നു. അതേപോലെ ആങ്ങളുടെ പെണ്ണൊക്കെ വരുന്നുണ്ടായിരുന്നു. പെരുന്നാളിൻ്റെ അന്ന് ആങ്ങളെ വരാൻ നിന്നതാട്ടോ. അപ്പോൾ ഓനക്ക് പല്ലുവേദന വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഓനക്ക് വരാൻ പറ്റിയില്ല. ഇത് അടുത്ത വീട്ടിൽ തന്നെ മുരിങ്ങക്കായി ഉണ്ടാക്കി കിടക്കുന്ന കേട്ടോ. ഒരുപാട് ഇത് ഉണ്ടാക്കാമല്ലേ ഇതിനോണ്ട് പല സംഭവങ്ങൾ, എന്താ അവിയലോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുരിങ്ങക്കായതിനോണ്ട്. അപ്പോൾ അടുത്ത വീട്ടിലിത് കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നിയിട്ടോ. ഫുള്ള് കഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഞങ്ങൾ എറണാകുളത്തേക്ക് വരുമ്പോൾ എല്ലാ സ്ഥലത്തും ഇതേപോലെ കേട്ടോ. അപ്പോൾ ആങ്ങളെത്തി, ഇളച്ചന് ഏകദേശം വന്ന് ഓരോ കൊണ്ടുപോകാനായി ഒരു ഓട്ടോറിക്ഷയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരെത്തി ഒരു ചായയൊക്കെ കുടിച്ച്. പിന്നെ ചോറ് ഒരുപാട് വെക്കേണ്ടി വരുന്നുണ്ട്. പുറത്ത് തന്നെ തീ കൂട്ടി വെച്ചിട്ടോ. ഏകദേശം വേവാവാനായിട്ടുണ്ട്. അപ്പം മുകളിൽ സൂര്യൻ്റെ ചൂടും താഴത്തുനിന്ന് വിറകിൻ്റെ തീയിൻ്റെ ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം വെന്ത് കിട്ടി ചോറ്. ഞാൻ പറഞ്ഞല്ലോ മട്ടരി കൊണ്ട് അവിടെ ചോറൊക്കെ വെക്കാറ്. ഞാൻ അതിൻ്റെ മുന്നേ പറഞ്ഞ് സ്കിപ്പ് ചെയ്യാതെ കാണണോ. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് അടിക്കാതിരിക്കരുത്. നിങ്ങൾ ഓരോ ലൈക്കുമാണ് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുക. അപ്പോൾ അത് ചിന്തിച്ചും കൊണ്ട് സ്കിപ്പ് ചെയ്യാതെയും കാണും. സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ ഉള്ളൂ നമ്മൾ വീഡിയോക്ക് പ്രമോഷൻ ഉണ്ടാവുകയുള്ളൂ. ഇത് ഉപ്പ വാങ്ങിക്കൊടുത്താട്ടോ. ഉമ്മ വാങ്ങിക്കൊടുത്തു. ഉമ്മ സെലക്ട് ചെയ്ത് ഉപ്പാൻ്റെ ക്യാഷ് കൊണ്ട് വാങ്ങി കേട്ടോ. അനിയത്തിൻ്റെ കുട്ടി ആങ്ങളൻ്റെ മൂത്ത മോളും കേട്ടോ. അപ്പോൾ അവർക്ക് വാങ്ങിക്കൊടുത്ത പെരുന്നാൾ ഡ്രസ്സാട്ടോ. ഞങ്ങൾ ഇട്ടിട്ടില്ല കേട്ടോ ഇതുവരെ. ഞങ്ങൾ നാളെ ഇൻഷാ അല്ലാഹ് പിന്നെ പാലക്കാട് ധനി ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിന്ന് 100 കിലോമീറ്ററേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് ഇത് അനിയത്തിക്ക് വാങ്ങിക്കൊടുത്ത്, മോനൂസിന് വാങ്ങിക്കൊടുത്ത കേട്ടോ. അനിയത്തിൻ്റെ മുഖവും ചിലയിലൊക്കെ കാണിക്കലുണ്ട്, പക്ഷേ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. അവൾക്ക് വാങ്ങിക്കൊടുത്ത ഡ്രസ്സാട്ടോ അത്. അപ്പോൾ ഇവർ വന്ന് വരുമ്പോൾ 12 മണി കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ചായ കൊടുത്തു. മോനൂസ് ഇതുപോലെ ഇളച്ചനും ഇവർ പോകാൻ നിൽക്കും. മോനൂസിന് ഇപ്പൻ്റെ കൂടെ പോയിട്ട് മിഠായി വാങ്ങണം. അങ്ങനെ ഉപ്പ മിഠായി വാങ്ങാൻ വേണ്ടിയിട്ട് ഓനെ കൊണ്ടുപോകാം കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ വണ്ടിയിൽ പോകാൻ വേണ്ടി. മോനിത് ഇളച്ചൻ്റെ ഓട്ടോറിക്ഷ കേട്ടോ. ഓൻ ഓട്ടോറിക്ഷയിലാണ് കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് വന്നത്. ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്യണം വിചാരിച്ചായിരുന്നു വീഡിയോ, പക്ഷെ എനിക്ക് പറ്റിയില്ല കേട്ടോ. എന്താ വെച്ചാൽ ഇങ്ങനെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത് കൊടുക്കും. ഇപ്പം തന്നെ വണ്ടീൻ്റെയൊക്കെ സൗണ്ട് ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്. റോഡ് സൈഡാണ് വീട്. ഇത് ഞാൻ പറഞ്ഞില്ലേ ബിരിയാണി ആയിരുന്നു ഉച്ചക്ക്. അപ്പോൾ ദമ്മ് പൊട്ടിച്ചു, ആവി പറക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ ബിരിയാണി കേട്ടോ വെച്ചത്. ചിക്കൻ ബിരിയാണിയും അതേപോലെ തൈരും
ചമ്മന്തിയും അതേപോലെ മുരിങ്ങക്കായും പരിപ്പും കൂടി തേങ്ങ അരച്ച് കറി വെച്ച്. ഇത് ഉമ്മാനെ ഗൾഫിൽ കൊണ്ടുപോയിന്നെ. ഇത് ഈ ഉപ്പാൻ്റെ ഏട്ടനാട്ടോ, മൂത്താപ്പൻ്റെ മോന്. ഇപ്പോൾ ഇവർ ഗൾഫിലാണ് ഈ ഉപ്പാനെ കല്യാണം കഴിക്കുന്നത്. കുറേ കല്യാണാലോചന, നമുക്ക് ഒരുപാട് കല്യാണാലോചന വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ യോഗ ഇവിടേക്ക്, അതുകൊണ്ട് അൽഹംദുലില്ലാ നല്ലൊരു ഉപ്പാനെ കിട്ടി, റാഹത്തായൊരു ജീവിതമായിട്ടോ. അപ്പോൾ പച്ചക്കറിയൊക്കെ ആയിട്ട്. അപ്പം പിന്നെ ഉമ്മാൻ്റെ കാലിന് വേദന കേട്ടോ, എല്ലാവരും ദുആ ചെയ്യേണ്ടി. ഉമ്മാൻ്റെ ചിരട്ടക്ക് തേയ്മാനം സംഭവിച്ചു, നല്ല വേദന. അപ്പം നീരൊക്കെ വന്നിട്ട് ഉപ്പയും ഉമ്മയും കൂടി കാണിക്കാൻ പോകട്ടോ. എൻ്റെ അമ്മ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ ചുരിദാർ ഇടുന്നത്. അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ചുരിദാർ ഇട്ടപ്പോൾ ഉപ്പയും ഉമ്മേനെയും കൂടി ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ ഒരു ഷോട്ട് ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി കാണണം കേട്ടോ ആ ഷോട്ട്. ഉമ്മൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചുരിദാർ ഇട്ടപ്പോൾ നല്ലൊരു വൃത്തിയും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. അപ്പം നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. കാല് വയ്യാണ്ടായാൽ പിന്നെ എന്തിനാണ് തുള്ളി ചാടിയിട്ടാണ് നടക്കുന്നത് തന്നെ. അപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ച്. പെരുന്നാളായിട്ട് വാങ്ങിയ ഡ്രസ്സ് തന്നെ കേട്ടോ, ഉപ്പാൻ്റെതും ഉമ്മാൻ്റെതും ഒക്കെ പെരുന്നാളായിട്ട് വാങ്ങിയ ഡ്രസ്സൊക്കെ തന്നെയാണ്. അങ്ങനെ അപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? പഠിച്ചോൻ അൽഹംദുലില്ലാ രണ്ടാൾക്കും ഒരുപാട് കാലം ജീവിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും ഒക്കെ കൊടുക്കട്ടെ. അസുഖങ്ങളെ കൊണ്ട് ക്ഷീണം വരുത്താതൊക്കെ ഇരിക്കട്ടെ. അപ്പോൾ എൻ്റെ വീടിൻ്റെ കാര്യം ഒന്നും ആയില്ല കേട്ടോ. ഇതുവരെ ആരും വാങ്ങാൻ വന്നിട്ടില്ല, ആരും കോണ്ടാക്റ്റും ചെയ്തിട്ടില്ല. പഠിച്ചോന് എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം തെളിയിച്ച് തന്നാൽ മതിയേനെ, അല്ലെ എനിക്കൊരു ഇത് വാങ്ങാനുള്ളത് ഒന്നിൽ കിട്ടിയാൽ മതിയേനെ. ഇത് കണ്ടോ, ഞാൻ ഒരു ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റും ബൂസ്റ്റും ഒക്കെ ആയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് കറണ്ട് അങ്ങോട്ട് പോകും. ഞാൻ ശശിയായി. അപ്പം ഞാനൊരു ഷോർട്ട് അപ്പം ഇട്ട് കേട്ടോ. ആ ഷോർട്ട് 1K കയറിയിട്ടോ. അത് ഭയങ്കര സന്തോഷം. കുറേ കാലത്തിന് ശേഷം 1K കയറുന്ന 2 ഷോർട്ട് ഇട്ട്. അപ്പം അത്രയൊക്കെ തന്നെ കേട്ടോ. ഇവിടെ